റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഒരുപാട് നേരമായിട്ടുണ്ടല്ലേ. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന പ്രസിഡന്റ് സാജിദ PTP, മുഖ്യപ്രഭാഷണം നടത്തിയ വൈസ് പ്രസിഡന്റ് നിഷാദ, സെക്രട്ടറി അഫീദ, നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷതയായ ജില്ലാ പ്രസിഡന്റ് ഫാത്തിമ, സെക്രട്ടറി ഖദീജ, ആശംസകൾ അർപ്പിക്കാനെത്തിയ മറ്റു സഹോദരിമാർ, സംഘാടകർ, എൻ്റെ പ്രിയ സദസ്സിലെ സഹോദരിമാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ സാക്ഷ്യം എന്ന ഈ ഒരു സെമിനാറിൽ ഇതിൽ പങ്കാളിയാകുവാൻ സാധിച്ചതിൽ ഒരുപാട് ഭാഗ്യം, ഒരുപാട് അഭിമാനവും കൊള്ളുന്നു. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു പാനലിൻ്റെ കൂടെ ഈ വേദി പങ്കിടാൻ സാധിച്ചതിൽ റബ്ബിനെ സ്തുതിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ ഒരു സാക്ഷ്യം അല്ലേ, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് പാഠങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ മേഖലകളിലും എല്ലാ പ്രായക്കാർക്കും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നൽകിയ പാഠങ്ങൾ നമുക്കറിയാം. ഹീസ് നോൺ ആസ് ദ വാക്കിംഗ് ഖുർആൻ. ഖുർആൻ നമ്മുടെ തിയോററ്റിക്കൽ ടെക്സ്റ്റ് ആണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതൊരു പ്രാക്ടിക്കൽ ടെക്സ്റ്റാണ്. നമ്മൾ ഇതുവരെ നേരിട്ട പരീക്ഷകളിലൊക്കെ പ്രാക്ടിക്കൽ എക്സാം വളരെ എളുപ്പമാണ്. അതിലൂടെ തിയറിയിൽ എന്തെങ്കിലും ഒരു മാർക്ക് കുറഞ്ഞാൽ അത് കഴിച്ചില്ലാവും അല്ലേ, ആ ഒരു രീതിയിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 50-50 ആണ്. എല്ലാ ചോദ്യങ്ങളും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനോട് കൂടിയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ സൈഡിൽ ആ ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞാൽ തിയറിയിലും അതോടെ താവും. അതുകൊണ്ട് മാത്രം നമുക്ക് പാസ്സാകാൻ സാധിക്കില്ല. അതായത് രണ്ടും ഒരുപോലെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം, അതിലത് വേറെ രക്ഷയില്ല എന്ന് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന പ്രഭാഷണങ്ങളിലൂടെയൊക്കെ മനസ്സിലാവുന്നത് എല്ലാത്തിൻ്റെയും ആകത്തുക അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരം നേരായ അറിവ് നേടുക എന്നുള്ളതാണ്. അറിവിലേക്ക് തന്നെയാണ് എന്നും ചൂണ്ടിക്കാട്ടുന്നത്. നേരായ അറിവിലൂടെ, അത് ഹക്കിലൂടെ മാത്രമേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തെളിയുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ശരിയായ ഒരു അറിവ് വേണം. വ്യക്തത ലഭിക്കുന്നത് കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് ബോധ്യമാവുകയാണ്. ഇന്നെല്ലാ മോട്ടിവേറ്റേഴ്സും പേർപ്പസ് ഓഫ് ലൈഫ് അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമുക്കത് റബ്ബിൻ്റെ വചനങ്ങളിലൂടെ, നേരായ അറിവിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ പേർപ്പസ് ഓഫ് ലൈഫ് മനസ്സിലാവുന്നതോടുകൂടി തന്നെയാണ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ബോധ്യമാവുന്നത്. അത് വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹികമായ ജീവിതത്തിലും എന്തൊക്കെയാണ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാവുന്നതോടെയാണ് നമ്മുടെ ഈമാൻ ദൃഢമാവുന്നത്. നമ്മുടെ പേർപ്പസ് മനസ്സിലായി, ഇനി ഇത് നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം ഉറപ്പാവുന്നത്, അത് ദൃഢമായ വിശ്വാസത്തോടു കൂടി നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അത് മാത്രമാണ് റബ്ബിക്ക് സ്വീകാര്യമാവുക. ഇൻ ദി എൻഡ് അത് ഒരു 1-to-1 കോൺട്രാക്റ്റാണ്, ഞാനും എൻ്റെ റബ്ബും അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് വേദികളുണ്ട് അറിവ് നേടാനായിട്ട്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നുള്ളത് ഒരു നിർബന്ധ ബാധ്യതയും കൂടിയാണ്. ഇറ്റ്സ് ഹൈലി മാരിറ്ററി. അപ്പം അത് ഒരു എക്സ്ക്യൂസായിട്ട് നമുക്ക് പറയാനാവില്ല. അപ്പോൾ ഇന്നത്തെ ഈ പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയാണ്. റസൂൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതും നീതിയും ന്യായപൂർവമായിട്ടുള്ള ഒരു ജീവിതം, കുടുംബത്തോടും സഹാബാക്കളോടും സ്വന്തം ശത്രുക്കളോട് പോലും നീതി പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ നേതൃത്വം എന്നുള്ളത് ഒരു രീതിയിലും മനുഷ്യൻ്റെ മഹത്വവും അവൻ്റെ അവകാശം സംരക്ഷിക്കുകയും ഒരു വിവേചനവുമില്ലാതെ നീതി പുലർത്തുകയും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ
സത്യസന്ധത കാത്തു സൂക്ഷിക്കുന്നതും അതാണ് യഥാർത്ഥ നേതൃത്വം എന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടും നമ്മളിന്ന് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന വികലമായിട്ടുള്ള ഭരണക്രമങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും അത് മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കുന്ന തീരുമാനിച്ച സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ പരിപാടി വിജയകരമാക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും പ്രവർത്തകർക്കും ഞാൻ എൻ്റെ സ്നേഹാശംസകൾ അറിയിക്കുന്നു. ഇതിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രസിഡൻറ്റ് ഓഫ് കണ്ണൂർ ചാപ്റ്ററുടെ വിങ്സ് ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റായിട്ടാണ്. നമ്മൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അല്ലേ? എന്നാൽ എല്ലാ സംഘടനയുടെ നേതാവും ഒരുമിച്ചൊരു കൂടുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നേരിടുന്ന എല്ലാ ഇഷ്യൂസും അതിൻ്റെ കൺസേൺസ് ആയിട്ട് അതൊക്കെ അഡ്രസ്സ് ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനും കാര്യങ്ങൾ എളുപ്പമായേനെ. അതിനായിട്ടുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വിഷണറീസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം നമുക്ക് സംഘടിപ്പിച്ചു തന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പഠന വിധേയമാക്കിക്കൊണ്ടും ചർച്ചാ വിഷയമാക്കിക്കൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള വേദിയും ഒരുക്കി തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.